യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇതൊരു നല്ലൊരു ഈവനിങ് ആണ്. അപ്പം ഇപ്പം ഞാനൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, സാർ ഷൂട്ടിന് പോയി. അപ്പോൾ ഒരു കുട്ടി ഈവനിങ് ബ്ലോഗ്. അപ്പം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഈവനിങ് ആയപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഉത്സവമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയില്ല. അപ്പോൾ ഇന്ന് ഞാനൊന്ന് അവിടെ പോയി തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാർ എന്തായാലും രാത്രിയേ വരുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് വേഗം എത്തുന്നതിന് മുമ്പ് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാപ്പി കുടിച്ചിട്ട് വേഗം പോയിട്ട് വരാം. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ്, വിളക്കത്തിരി തീർന്നു, പിന്നെ എന്താ തീപ്പെട്ടി, അങ്ങനെ കുറച്ച് വിളക്ക് കത്തിക്കുന്ന ഐറ്റംസ് കുറച്ച് വാങ്ങിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഈവനിങ് റൂട്ടീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചായ ഇട്ടിട്ട് വേഗം അമ്പലത്തിൽ കൊണ്ടുവരാം. പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് കുക്കിംഗ് യൂട്ടൻസിൽസ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ 1-2 സാധനം വെച്ചിട്ടാണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റിൽ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത്. ശരിക്കും പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്കും ഹോസ്റ്റലേഴ്സിനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ അത്. അത്യാവശ്യം ചായ ഇടാം, നൂഡിൽസ് ഉണ്ടാക്കാം, പിന്നെ സ്റ്റീം ചെയ്യാം, ബേക്ക് ചെയ്യാം, ഇഡലിയൊക്കെ അത്യാവശ്യം 2 ഉണ്ടാക്കാം. അതിനുള്ള ആക്സസറീസ് ഉണ്ട് കേട്ടോ അതിൽ. അടിപൊളി സാധനം അത്, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കുറച്ച് കോഫി പോയി, എന്നാലും സാരമില്ല. പോകാനെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കമ്മലിട്ടില്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞി കമ്മൽ കിട്ടി. ആക്ച്വലി ഞാൻ ഭയങ്കര കമ്മലിടാൻ മടിയായിട്ടുള്ള ഒരാളാട്ടോ. പെട്ടെന്ന് ഇങ്ങനെ തൂക്കിയിടുന്ന കമ്മലാണെങ്കിൽ ഇഷ്ടമാണ്, കാരണം പെട്ടെന്ന് തീരുമല്ലോ. ഈ പിരിച്ചിടുന്നതിനോട് എനിക്ക് ഒട്ടും അതിൻ്റെ മുഖത്തറിയാൻ പറ്റുന്നില്ല ആ ഒരു സങ്കടം. മടിയായിട്ടാണ് എന്തോ, എനിക്ക് ഭയങ്കര മെനക്കെടാണത്. പിന്നെ ഈ കണ്ണാടിയുടെ കൂടെ എനിക്ക് ഇങ്ങനെ ഹാങ്ങിങ്സ് ഇടാൻ ഇഷ്ടമല്ല, എനിക്കെന്തോ ചേരാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഈ കണ്ണാടി എപ്പോഴും കണ്ണാടിയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് ഈ ഹാങ്ങിങ് ഇടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിട്ടത്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ ഒരു കണ്ണാടിയിലൂടെ ഹാങ്ങിങ് ചേരാൻ സാധ്യതയില്ലല്ലോ. എനിക്കെന്തോ ഇടുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നാൽ ഞാൻ പോട്ടെ, ടാറ്റാ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. ഞാൻ തട്ടമൊക്കെ ഇവിടെ ഇരുന്നതാണ് കേട്ടോ. വിളക്ക് മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. വിളക്ക് കത്തിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഗ്രോസറീസ് ഒക്കെ വന്നത്. ആക്ച്വലി പുള്ളിക്ക് ഫ്ലാറ്റ് മാറിപ്പോയി. അത് പുള്ളിയുടെ കുഴപ്പമല്ല, ഞാൻ ഫ്ലാറ്റ് നമ്പർ മാറിയാണ് കൊടുത്തത്. അപ്പുറത്ത് പോയി കിടന്ന് കുറേ ബെല്ലടിച്ചു. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞതാണ്. പിന്നെ അതെല്ലാം കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് വിളക്ക് കത്തിച്ചു, നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്തൊരു പാർസൽ വന്നു. അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം. ദിസ് ഇസ് അഗാറോസ് റോബോട്ട് വാക്യൂം ക്ലീനർ. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ തൂക്കാനും തുടയ്ക്കാനും ഏറ്റവും എളുപ്പമാണ്. ഞാൻ കുറേ ഇങ്ങനെ റിവ്യൂസൊക്കെ നോക്കി. അപ്പോഴാണ് അഗാറോയ്ക്ക് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തത്. ബിക്കോസ് അഗാറോയുടെ കുറേ പ്രൊഡക്റ്റ് ഞാൻ ഇതിന് പ്രൊമോഷൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അപ്പം ഞാൻ അവരുടെ കയ്യിൽ കണ്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് ഇറ്റ്സ് വർത്ത്. ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു ഇതിൻ്റെ. ആൻഡ് ദിസ് കംസ് വിത്ത് എ നൈസ് പാക്കേജ്. നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇനി കുട്ടിക്ക് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ വയ്യേ എന്ന് കമൻ്റ് ഇടാൻ ഉദ്ദേശിക്കുന്ന ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത്, ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം ഹീൽസൊക്കെ യൂസ് ചെയ്ത് എനിക്ക് നടുവിന് നല്ല ഇഷ്യൂ ഉണ്ട്. സോ എനിക്ക് തൂക്കാനും തുടയ്ക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമാത്രമല്ല, നമുക്കൊരു ജോലി ചെയ്യാൻ വേണ്ടി ഈസി ആൻഡ് ബെറ്റർ ഓപ്ഷനുണ്ട്. അത് നമുക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചൂസ് ചെയ്യണം എന്നൊരു ചിന്താഗതിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ ഇനി എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും പഴയ രീതിയിൽ നിന്ന് വരത്തില്ല എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരവും വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അത്തരം കമൻറ്റുകൾ ഞാനിവിടെ സ്ട്രിക്ട്ലി നിരോധിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വാറണ്ടി കാർഡ് കിട്ടും, മാനുവൽ കിട്ടും, പിന്നെ ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷും.
അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാർജിങ് കേബിൾ ഉണ്ടാവും വിത്ത് അഡാപ്റ്റർ ആൻഡ് കേബിൾ. പിന്നെ ഇത് മോപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഏരിയ ആണ്. ഇത് ഇൻബിൽഡ് ആയിട്ടൊരു ക്ലോത്ത് ഇതിൽ വരുന്നുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ക്ലോത്തും കൂടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഡ്യുവൽ പർപ്പസ് ആണ് കേട്ടോ. നമുക്ക് തൂക്കാനും യൂസ് ചെയ്യാം, അതുപോലെ തുടയ്ക്കാനും യൂസ് ചെയ്യാം. രണ്ടും ഒരേ സമയത്ത് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് അത്രയും കൂടെ എന്താ പറയുക, ഫ്രീ ആവും കുറച്ച്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ 4 സൈഡ് ബ്രഷുകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് 2 എണ്ണം എക്സ്ട്രാ ആയിട്ട് തരുന്നതാണ്. ഒരെണ്ണം റെഡും ഒരെണ്ണം ഗ്രീനും. ഞാൻ ഫിറ്റ് ചെയ്തത് കാണിച്ചു തരാം. പിന്നെ എന്താ, ഒരു എക്സ്ട്രാ ഫിൽറ്ററും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഓൾറെഡി ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്, നമ്മളത് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ ഒരു ഫിൽറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെയും യൂസ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരുന്നുള്ളൂ. പിന്നെ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ മെയിൻ യൂണിറ്റ് ആണ് ഇത്. ആക്ച്വലി ദിസ് ലുക്ക് സോ സ്റ്റൈലിഷ്. ഭയങ്കര ഫിനിഷിങ്ങും അതുപോലെ ഭയങ്കര ലക്ഷറിയസ് ലുക്കുള്ളൊരു റോബോ കുട്ടനാണിത്. ആക്ച്വലി ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് റോബോട്ടിക് ക്ലീനേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. പിന്നെ ഞാനിനി ഇതിൻ്റെ യൂസേജ് കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ യൂണിറ്റ് നല്ല ഗ്ലോസി ഫിനിഷാണ്. അതുപോലെ ഈ കാണുന്ന ഒരു സ്മോൾ ടവറാണ് ഇതിൻ്റെ നാവിഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വരുന്നത് സ്ലാം ലിഡാർ ടെക്നോളജിയാണ്, അതായത് ഇൻ്റലിജൻറ്റ് മാപ്പിങ്ങിനും റൂട്ട് പ്ലാനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് ഒരു പവർ ബട്ടൺ ഉണ്ട്, ഹോം ബട്ടൺ, പിന്നെ ഒരു വൈഫൈ ഡിറ്റക്ഷൻ. പിന്നെ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ഇടിച്ച് കൊളിഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇൻബിൽഡ് ആയിട്ടുള്ളൊരു ബമ്പറും കൂടി വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ റിസീവേഴ്സും സെൻസേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു യൂണിറ്റിൻ്റെ താഴെയും 2 സൈഡിലായിട്ട് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന് 3 വീലാണ് വരുന്നത്. സൈഡിലെ 2 യൂണിവേഴ്സൽ വീൽസ് സസ്പെൻഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വീലാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ക്ലീനിങ് ഏരിയയാണ്. ഒരു ബ്രഷോട് കൂടിയാണ് വരുന്നത്. നമുക്കത് റിമൂവ് ചെയ്യാനും തിരിച്ച് വെക്കാനും ഒക്കെ ഈസിയാണ്. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ച് മാത്രം ക്ലീൻ ചെയ്യുക. ഈ കാണുന്ന റെഡ് ആൻഡ് ഗ്രീൻ ഭാഗത്താണ് നമ്മൾ സ്വീപ്പ് ചെയ്യേണ്ട ആ ഒരു ബ്രഷ് വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ ഈസി ആയിട്ട് പറ്റും, കാരണം അതിൽ ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു റെഡ് ഡോട്ടും ഉണ്ടാവും. ഇനി ഗ്രീൻ ഏരിയയിൽ വെക്കാനുള്ളതിൽ ഗ്രീൻ കളറായിരിക്കും, അതിൽ റൈറ്റ് എന്ന് എഴുതിയിട്ടും ഉണ്ടാവും. ഈ ഒരു മെയിൻ യൂണിറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹോം ബട്ടണിലും പവർ ബട്ടണിലും ഒരു 3 സെക്കൻഡ്സ് ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി എഗെയിൻ ഒരു 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇതിൽ ഏകദേശം 250 ml ഡേർട്ട് കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പടം സഹിതം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 250 ml ഓഫ് വാട്ടർ നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും പറ്റും. നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഏകദേശം ഒരു 3 മന്ത്സോളം യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളിത് റീപ്ലേസ് ചെയ്താൽ മതി. ഇതിൻ്റെ മോപ്പിംഗ് ഏരിയയിൽ ക്ലോത്ത് ഓൾറെഡി ഉണ്ടായിരിക്കും. നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും തിരിച്ച് കഴുകി വൃത്തിയായിട്ട് ഫിക്സ് ചെയ്യാനും പറ്റും. ഈ ഒരു യൂണിറ്റിൽ വരുന്നത് പവർഫുൾ ബ്രഷ്ലെസ് മോട്ടറോട് കൂടിയാണ്, വിച്ച് ജനറേറ്റ്സ് അപ് ടു 3000 PA ഓഫ് സക്ഷൻ പവർ. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഇത് നമുക്ക് 4 സക്ഷൻ മോഡ് യൂസ് ചെയ്യാൻ പറ്റും: ഇക്കോ, സ്റ്റാൻഡേർഡ്, സ്ട്രോങ്, സൂപ്പർ എന്നിങ്ങനെ. അതുപോലെ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറിങ്ങിൽ വരുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്ത് സക്ഷൻ മോഡ് മാറുകയും ചെയ്യും. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് സ്മാർട്ട് ലൈഫ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 2.4 GHz വൈഫൈയിൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ യൂണിറ്റും ഫോണും ഒരേ വൈഫൈയിൽ കണക്റ്റഡ് ആയിരിക്കണം. ആദ്യത്തെ കോൺഫിഗറേഷനെല്ലാം ഈസിലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ സ്മാർട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റോബോ ക്ലീനർ നമ്മുടെ വീടിൻ്റെ മാപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും.
ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, ഇതിൽ മൾട്ടിപ്പിൾ സെൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ പടികളും താഴ്ചകളും ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്ത് അത് സ്റ്റെപ്പ് ബാക്ക് ചെയ്തോളും. അതുകൊണ്ട് തന്നെ നമ്മൾ വീഴുമെന്നോ അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുമെന്നോ എന്നുള്ള ടെൻഷനേ വേണ്ട. അതുപോലെ ഇതിൽ ഡിഫറെൻറ്റ് ക്ലീനിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്വിക്ക് ക്ലീനിങ്ങും വൈ ഷേപ്ഡ് ക്ലീനിങ്ങും ഒക്കെയാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് യൂസ് ചെയ്യാം. വൺസ് ഇത് മാപ്പ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാത്റൂമും ഡൈനിങ് ഏരിയ, ബെഡ്റൂം ഏരിയ, അങ്ങനെ നമുക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്കൊരു റൂമിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇന്ന ഏരിയ നമുക്ക് ക്ലീൻ ചെയ്താൽ മതിയെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടാത്ത സോണുകളുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ സോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സോൺ ഏരിയയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. അതുപോലെ ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. സപ്പോസ് നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 4 മണിയാകുമ്പോൾ ക്ലീൻ ചെയ്താൽ മതിയെങ്കിൽ നമുക്കിതിനകത്ത് ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് 4 o'clock ആകുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്ത് തുടങ്ങും. ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 100 minutes ആണ്. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചാർജിങ് കേസ് അത് ഡിറ്റക്റ്റ് ചെയ്ത് അതിൽ പോയി പ്ലഗ് ഇൻ ആയിക്കോളും. ഗുഡ് ബോയ്. അങ്ങനെ ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ ക്ലീൻ ചെയ്യാൻ വിട്ടതിന് ശേഷം എനിക്ക് പാത്രം കഴുകാൻ പ്രത്യേകിച്ച് മെഷീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ സകല പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെച്ചു. നീ പാലും കൂടെ കാച്ചി കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞു. മനോജേട്ടൻ ഇപ്പം വിളിച്ചതേ ഉള്ളൂ. സാധാരണ 10:30 ഒക്കെ ആകുമ്പോൾ വരും. ഇന്നിപ്പോൾ 10:30 ആയപ്പോൾ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി പാലും കൂടെ കാച്ചിയാൽ ഓക്കെ. ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പാലും ബൂസ്റ്റും എനിക്കും ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ ഇപ്പം ഈ പെട്ടെന്നൊരു 3 months ഷോർട്ട് ടേം സ്റ്റേ ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ കിച്ചൺ യൂട്ടൻസിൽസ് ഒന്നും ഇല്ല. എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനം ഞാൻ അഗാരോയിൽ നിന്ന് കുറേ ഒരു കിച്ചൻ്റെ ഒരു കുറച്ച് വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിലുള്ളതാണ് ഈ ഒരു കെറ്റില്, മൾട്ടിപർപ്പസ് കെറ്റിൽ. ആക്ച്വലി ഇതിനകത്ത് ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഞാൻ നമുക്ക് പാല് കാച്ചാൻ പറ്റും, കാപ്പി ഇടാൻ പറ്റും, മുട്ട പുഴുങ്ങാം, എനിക്ക് ഡിഫറെൻറ്റ് ഓരോ സാധനങ്ങളുണ്ട്. ഞാൻ അതുപോലെ കേക്ക് ബേക്ക് ചെയ്യാം, ഇഡലി ഉണ്ടാക്കാം. ഇഡലി ഉണ്ടാക്കാൻ ഒരു കുഞ്ഞിതില്ല. അപ്പോൾ ഓരോരോ ഇഡലി മെഷീൻ ഞാൻ മാത്രം മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും. മനായിട്ട് എന്തായാലും 7 മണിയാകുമ്പോൾ പോകുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അപ്പോൾ എനിക്കത് ഓക്കെയാണ്. ശരിക്കും ഈ ഒരു സാധനത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാം. ഞാനാണെങ്കിൽ ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ ആ കുക്ക് വെയർ വെച്ച് ഉണ്ടാക്കിയിട്ട് നൂഡിൽസ് ഭയങ്കര ഡിലേ. ഇതിനകത്തോട്ട് ഇട്ട് കറക്റ്റ് അപ്പോഴാണ് 2 minutes നൂഡിൽസ് ആയത്. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസ് ഉണ്ട്, അതെല്ലാം ഞാൻ നോക്കട്ടെ. ഞാൻ മേടിച്ച ആ ഒരു കിച്ചൺ യൂട്ടൻസിൽസ് ഒരു സെറ്റ് ഉണ്ട് കിച്ചണിൽ വേണ്ടിയിട്ട്. അപ്പം മറ്റേ ആ എയർ ഫ്രയർ ഒക്കെ ആ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. അപ്പം വേണമെങ്കിൽ ഞാൻ അതിനൊരു അത് മാത്രമായിട്ടൊരു വീഡിയോ ഇടാം. കിച്ചൺ യൂട്ടൻസിൽസിൻ്റെ ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ. ഇതിനകത്ത് ഇന്നിപ്പോൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് എടുക്കണം. അത് 2-3 ഞാൻ എടുത്തിട്ടുള്ളൂ പുറത്ത്. ഇതും പിന്നെ അന്ന് എയർ ഫ്രയർ, പിന്നെന്താ ബ്ലെൻഡർ, ഇതത്ര ഞാൻ യൂസ് ചെയ്തുള്ളൂ. ബാക്കി കുറേയൊക്കെ യൂസ് ചെയ്തിട്ടില്ല. ഒരു ബ്ലെൻഡർ അല്ല ഒരു മിക്സി അങ്ങനെ കുറച്ച് സാധനം. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ഇത് മാത്രമായിട്ട് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇടാം. ഫ്രീ ആയിട്ടുള്ളപ്പോൾ അത് ഷൂട്ട് ചെയ്തിടാം. ബിക്കോസ് അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. പ്രത്യേകിച്ച് PG സ്റ്റുഡൻസ്, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക്, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഒക്കെ ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഇടാം. ഇതൊന്ന് തിളച്ച് കുട്ടപ്പനാവട്ടെ. ഇന്നത്തെ കുറച്ച് ഫുഡ് വേസ്റ്റ് ഉണ്ട്, അതെല്ലാം കൂടെ ഒന്ന് പുറത്തെടുത്ത് വെക്കണം. എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നപ്പോൾ അത് ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇത് തിളച്ച് പോകത്തില്ലേ. കറക്റ്റ് ഞാൻ ഒരു അത്യാവശ്യത്തിന് ജസ്റ്റ് ഒന്ന് ആ ഹോൾ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ദേ ഈ അവസ്ഥ. ഇതിനാണ് ഇരട്ടി പണിയാവാന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ എനിക്ക് 2ാമത്തെ പ്രാവശ്യം ഇതേ അവസ്ഥ.
അങ്ങനെ വല്ലച്ചാതി അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞങ്ങളിത് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങൾക്ക് ദോശയും ചിക്കൻ കറിയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ സാംസങ്ങിൽ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ മൊത്തം കഴിക്കാൻ പറ്റുന്ന നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സോ അത് ബാക്കി വന്നത് ഉണ്ടായിരുന്നു, അതും ചൂടാക്കി കഴിച്ചു. പിന്നെ പൊതുവേ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അന്നത്തെ ആ ഒരു ഡേയിലെ കാര്യങ്ങളും പിന്നെ അത്യാവശ്യം പരദൂഷണമൊക്കെ പറയുന്നത്. പിന്നെ ഡെയിലി ഞാനിപ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് ഹെയർ ബ്രഷ് ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. മുടിയൊക്കെ പിന്നെ കിട്ടിയതിന് ശേഷം ഞാൻ 4 Hourൻ്റെ ലിപ് ബാമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം വിൻ്റർ ആയതുകൊണ്ട് ചുണ്ടൊക്കെ നല്ലോണം ഡ്രൈ ആയി പൊട്ടി ആകെ പരുവാവും. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ബാം. ആക്ച്വലി ഇത് നമുക്ക് ഓൺലൈനോ ഷോപ്സിലോ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഡയറക്റ്റ്ലി ഏജൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് അല്ല, പക്ഷേ അവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം സൂപ്പർബാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചു. അപ്പോൾ അതിലൊരു ലിപ് ബാമാണിത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ തരാം, നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇവരുടെ എല്ലാം. ഞാൻ ഷാംപൂ വാങ്ങിച്ചു, അതുപോലെ ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ഞാൻ നൈറ്റ് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. മോർണിംഗൊക്കെ ഞാൻ മാമാത്തിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ട് നൈറ്റ് ഇപ്പോൾ കിടക്കാൻ നേരത്ത് ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ഭയങ്കര റിസൾട്ട് ഉണ്ട് എൻ്റെ സ്കിന്നിന്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു സഡൻ ചേഞ്ച് വരുന്നില്ല. അത് ഓൾറെഡി അവർ പറയുന്നുണ്ട് ഇതെല്ലാം ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പം സോ അതിൻ്റേതായ സമയം എടുക്കും, പക്ഷേ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അടിപൊളി സൂപ്പർ പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. അപ്പോൾ എന്താ, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇനിയൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒത്തിരി സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ഗുഡ് നൈറ്റ്.